ഹലോ, നമ്മൾ വളരെ പെട്ടെന്നൊരു യാത്ര തീരുമാനിക്കുകയായിരുന്നു. മറ്റെങ്ങോട്ടുമല്ല, തായ്ലൻഡിലേക്കാണ്. വളരെ പെട്ടെന്നായിരുന്നു തീരുമാനിച്ചത്. നമ്മൾ പ്രീ പ്ലാൻഡ് അല്ലാത്തത് കൊണ്ട് നമ്മൾ അതിന് വേണ്ടി തയ്യാറെടുപ്പുകളൊന്നും നടത്തിയിരുന്നില്ല. ഞങ്ങളിത് ഖത്തർ എയർപോർട്ടിൻ്റെ അകമാണ്. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. മേഘങ്ങൾക്ക് മുകളിലൂടെ ഒരു യാത്ര. നമുക്ക് ഫ്ലൈറ്റിലിരിക്കുമ്പോൾ കാണാൻ പറ്റുന്ന മൗണ്ടെയ്ൻസിൻ്റെയൊക്കെ ദൃശ്യങ്ങളാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ 9 മണിക്കൂറത്തെ യാത്ര കഴിഞ്ഞ് തായ്ലൻഡ് അടുത്തിരിക്കുന്നു. ഇത് ലാൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് തായ്ലൻഡിൻ്റെ ദൃശ്യങ്ങളാണ്. സച്ചിക്കുട്ടൻ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. തായ്ലൻഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, കൺട്രി ഓഫ് സ്മൈൽ എന്നാണ് അതിന് പറയണത് തന്നെ. അതായത് അവർ ചിരിക്കുന്നത് ഫ്രം ദ ഹാർട്ടിൽ നിന്നാണ്, ആരും ബോധിപ്പിക്കാൻ വേണ്ടിയല്ല. സച്ചിക്കുട്ടന് ഒട്ടും ഇഷ്ടമില്ല ഫ്ലൈറ്റ് യാത്ര എന്ന് പറയുന്നത് തന്നെ. അത് കേൾക്കുമ്പോഴേ പുള്ളിക്ക് ബുദ്ധിമുട്ട് തുടങ്ങിക്കഴിയും. അവന് വൊമിറ്റിങ്ങും ഒക്കെ ഉണ്ടാവാറുണ്ട് സാധാരണ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ. യാത്രയൊന്നും കുഴപ്പമില്ലാതെ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് ബാങ്കോക്കിലെ സുവർണഭൂമി എന്ന് പറയുന്ന എയർപോർട്ടിലാണ്. അവിടെ ഞങ്ങളൊരു സുന്ദരി കുട്ടി റിസീവ് ചെയ്യാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. പാക്കേജുകാർ തന്നെ അറേഞ്ച് ചെയ്ത വണ്ടിയിൽ അപ്പം തന്നെ ഞങ്ങൾ പട്ടായയിലേക്ക്, ബാങ്കോക്കിൽ നിന്ന് പട്ടായയിലേക്ക് 1.5 മണിക്കൂർ യാത്രയുണ്ട്. ഞങ്ങൾ യാത്ര തിരിച്ചു. ഡ്രൈവർ ആണെങ്കിൽ ഞങ്ങൾ ഇന്ത്യൻസ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് ഹിന്ദി പാട്ട് പാടി ഡാൻസൊക്കെ കളിച്ച് വളരെ മനോഹരമായിട്ട് തന്നെയാണ് പുള്ളി ഡ്രൈവ് ചെയ്ത് ഞങ്ങളെ അവിടെ എത്തിച്ചു തന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഇതായിരുന്നു ഞങ്ങൾ താമസിക്കാനായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഹോട്ടൽ. ആ ഹോട്ടലിൽ നിന്ന് തന്നെയാണ് ഫുഡ് കഴിച്ചത്. കാരണം നമുക്ക് അവിടെ മാത്രം പരിചയമൊന്നുമില്ലല്ലോ. എന്നിട്ട് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ട് പതുക്കെ എല്ലായിടും ഒന്ന് കാണാനായിട്ട് പതുക്കെ ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി. അവിടെ വിവിധ തരം ജീവിതങ്ങൾ ഒരുമിച്ച് പോകുന്ന ഒരു സുന്ദര ഭൂമിയാണ്. നന്നായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന ആളുകളുമുണ്ട്. അത് ബൈക്കിൽ വണ്ടി കെട്ടിവെച്ച് ഫുഡ് സ്ട്രീറ്റിൽ കൂടെ കൊണ്ടുപോയി നടന്ന് വിറ്റ്, അതുപോലെ തുണികൾ വിൽക്കാൻ നടക്കുന്ന ആളുകൾ, അതുപോലെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുള്ള ഒരു സ്ഥലവുമാണ്. എന്നാൽ ശരീര വിൽപ്പനയ്ക്ക് നടക്കുന്ന പെൺകുട്ടികളും അവിടെ ഉണ്ട്. പക്ഷേ അത് അവരുടെ ഒരു ജോലിയുടെ ഭാഗമായിട്ട് മാത്രമേ അവർ കാണുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ പോയത് അവിടെയുള്ള ഒരു വോക്കിംഗ് സ്ട്രീറ്റിലേക്കാണ്. അവിടെ വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ തൊട്ട് പാട്ടും ബഹളവും ഒക്കെ തുടങ്ങി കഴിയും. ലഹരികളെല്ലാം അവിടെ ഈസിലി അവൈലബിൾ ആണ് കേട്ടോ. ഒരു സൈഡിൽ വലിയ പാട്ടും മേളമൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ മറ്റൊരു സൈഡിൽ ഫുഡ് സ്ട്രീറ്റാണ്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഫുഡുകളെല്ലാം വാങ്ങി കഴിക്കാം. അതുപോലെ തന്നെ മറ്റൊരു സൈഡ് ക്ലോത്ത്സ്, അവരുടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റുകളൊക്കെ വിൽക്കാൻ വെച്ചേക്കുന്ന സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോന്നു. അത്രയും കണ്ടിട്ട് പിറ്റേന്ന് രാവിലെ ഞങ്ങൾ പോയത് കോറൽ ഐലൻഡിലേക്കാണ്. ഇന്ന് നമ്മളുടെ ആദ്യത്തെ ഷെഡ്യൂൾ അങ്ങോട്ടേക്കായിരുന്നു. പോകുന്ന സൈഡിലെല്ലാം ബീച്ചിൻ്റെ സൈഡുകളെല്ലാം ഷോപ്പുകളാണ് കേട്ടോ. അപ്പം നമുക്ക് തായ്ലൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ ഫുഡിനെ പറ്റി ഓർത്ത് കൺസേണേ വേണ്ട. നമുക്ക് അവരുടെ ഫുഡ് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിലും കഴിക്കാൻ ഇഷ്ടം പോലെ ഫ്രഷ് ഫ്രൂട്ട്സ് അവിടെ അവൈലബിൾ ആണ്. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വീടുകളിലുള്ള ഫ്രൂട്ട്സ് ഓരോരുത്തരും പ്ലക്ക് ചെയ്ത് നമുക്ക് റോഡുകളിലൂടെ നടന്ന് വിൽക്കുന്ന ആളുകളെയാണ് അധികവും കാണാൻ കഴിഞ്ഞത്. മാമ്പഴം, പേരയ്ക്ക, പൈനാപ്പിള്, അതുപോലെ ഡ്രാഗൺ ഫ്രൂട്ട്, കരിക്ക്, പാഷൻ ഫ്രൂട്ട്. അപ്പോൾ ഈ പാഷൻ ഫ്രൂട്ടിൻ്റെയൊക്കെ ജ്യൂസ് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. ഞാനൊക്കെ ഇഷ്ടം പോലെ അത് തന്നെയാണ് കുടിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. സ്പീഡ് ബോട്ടിൽ കയറുന്നതും ഒരു ഐലൻഡിലേക്കുള്ള യാത്രയെല്ലാം എൻ്റെ ആദ്യത്തെ അനുഭവമായിരുന്നു. കുഞ്ഞാൾക്ക് ഭയങ്കര പേടിയായിരുന്നു സ്പീഡ് ബോട്ടിൽ കയറാനെല്ലാം. ഞാൻ കയറുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചൊക്കെ നിന്നു. പിന്നെ ഞങ്ങൾ നിർബന്ധിച്ച് കയറ്റുകയാണ് ഉണ്ടായത്. കയറിയപ്പോൾ തന്നെ നമുക്കവർ സേഫ്റ്റി ജാക്കറ്റ്സ് ഒക്കെ തന്നു. നമ്മളെല്ലാം ഇട്ടു. ആദ്യമായിട്ട് അങ്ങനെ നമ്മൾ സ്പീഡ് ബോട്ടിൽ യാത്ര ചെയ്യുകയാണ്. കയറി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള കുറച്ച് പേരായിരുന്നു. അവർ വേറെ പാക്കേജ് വന്നതാണ്. പക്ഷേ അവരും നല്ല വൈബായിരുന്നു. നല്ല പാട്ടും ബഹളമൊക്കെ ആയിട്ട്. അങ്ങനെ സച്ചിക്കുട്ടൻ ആ സ്പീഡ് ബോട്ടിലിരിക്കുന്നതിൻ്റെ പേടിയൊക്കെ മറന്ന് അത് അവൻ എൻജോയ് ചെയ്തു. ഞങ്ങളങ്ങനെ ഒരു ഐലൻഡിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അവിടെ വെച്ച് അവർ നമുക്ക് 4 ആക്ടിവിറ്റീസാണ് നമുക്ക് അവരവിടെ നിന്ന് ഓഫർ ചെയ്തിട്ടുള്ളത്. 1 പാരാഗ്ലൈഡിങ്, 2 അണ്ടർ വാട്ടർ, 3 ബനാന ബോട്ടിങ്, 4 ബൈക്ക് റൈഡിങ്. അങ്ങനെ 4 ഓപ്ഷൻസാണ് അവർ തന്നിട്ടുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ തിരിച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട്
നമുക്ക് പാരാഗ്ലൈഡിങ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നടക്കില്ലല്ലോ. അപ്പം ഞാൻ രണ്ടും കൽപ്പിച്ച് പാരാഗ്ലൈഡിങ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. സച്ചു താഴെ പൗച്ചു വേണൂടാ. ഞാൻ എടുക്കണ്ടേ, ഇങ്ങനെ എടുത്താ പോരാ, ഭയങ്കര വെയിലായി. എനിക്ക് ഭയങ്കര പേടിയാ. ഞാൻ ഭയങ്കര എക്സൈറ്റഡും ആയിരുന്നു കേട്ടോ. നല്ലൊരു അനുഭവമായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. എനിക്ക് ചെയ്യാൻ വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ചിന്തിക്കാനൊന്നും ഒരു സമയം തരാതെ ടക്കെന്ന് അവർ നമ്മളെ ജാക്കറ്റ് ഇടിച്ചു. അവർ പിന്നെ ലോക്കിട്ടു പടേന്ന് നമ്മളെ മുകളിൽ കയറ്റി കഴിയും. ഞാൻ കയറിയിട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും റിച്ചുക്കുട്ടിന് ഒരാഗ്രഹം വന്നു. ഭയങ്കര പേടിയാന്നൊക്കെ പറഞ്ഞ് നിന്ന ആളാണേ. എന്നിട്ട് ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ പറഞ്ഞു എനിക്കും കൂടി ഒന്ന് കയറിയാലോ. അപ്പോൾ ഞങ്ങൾ പിന്നെ അങ്ങ് പ്രോത്സാഹിപ്പിച്ച് അവനെയും കയറ്റി വിട്ടു. അവന് മുകളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ടെൻഷനാവും എന്നുള്ള പേടി കണ്ട് ഞങ്ങൾ നിന്നു. പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അവന് നല്ല സേഫായിട്ട് ലാൻഡ് ചെയ്തു. അങ്ങനെ മനോഹരമായിട്ട് പാരാഗ്ലൈഡിങ് അവസാനിച്ചു. അപ്പോൾ നമ്മുടെ അടുത്ത വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.